ഇത് കണ്ടില്ലേ, ഇത് അനസ് എടത്തൊടിക. ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മൂപ്പർക്ക് കേരളത്തിൽ നിന്ന് ജോലി കൊടുത്തിട്ടില്ല. 22 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. നിങ്ങൾക്കാർക്കെങ്കിലും പെട്ടെന്ന് ജോലി കിട്ടണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കുറിപ്പ് ചെയ്തിരിക്കാം. അതായത് ഞാൻ ഇങ്ങനെ ഇൻ്റർനാഷണൽ മെഡലിസ്റ്റാണ്, എനിക്ക് കേരള സർക്കാരിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, ഞാൻ സൂസൈഡ് ചെയ്യുന്നു. ജോലിയും കിട്ടും, എൻ്റെ ബാധ്യതകൾ തീരും ചെയ്യും, അതുപോലെ എൻ്റെ വീട്ടുകാർക്കോ ആർക്കെങ്കിലും വീട്ടിലുള്ള ആർക്കെങ്കിലും ജോലിയൊക്കെ കിട്ടും. സേഫായി. കുറേ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. അതായത് എടുത്ത് പറയണമെന്ന് ശരിയാണോന്ന് അറിയില്ല, മറ്റേ അവർ മരിച്ചുപോയി, അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യാം, അത് വേണ്ട. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. ആരെങ്കിലും മരിക്കാൻ കാത്തിരിക്കുകയാണ് സർക്കാർ ജോലിയൊക്കെ കൊടുക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിൽ പെട്ട് മരിച്ച് എന്തെങ്കിലും കാരണത്താൽ അപ്പോൾ ജോലി കൊടുക്കും, പെട്ടെന്ന് ജോലി. ഒരു സെക്കൻഡ് വേണ്ട അവിടെ ജോലി കൊടുക്കാൻ. നമ്മൾ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും വലിഞ്ഞ് കയറി അവിടെ എത്തിയാലും ജോലി തരില്ല. എന്തിന് ജോലി? പാർട്ടി മെമ്പറാണോ, പാർട്ടിയിൽ ഉൾപ്പെട്ടതാണോ, ഇവിടുന്ന് വിളിക്കും. ഇവിടുത്തെ മന്ത്രിൻ്റെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കോള് പോകും. ആർക്ക്? ലോക്കൽ സെക്രട്ടറിക്ക്. ഇത് നമ്മളെ പാർട്ടിയുള്ള ആളാണോ? ആണെങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലി തരും ഇല്ല. അത്രേ ഉള്ളൂ. പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ. കേരള സർക്കാർ ആദ്യം കേരളത്തിലുള്ള കായിക താരങ്ങൾക്ക് ജോലി കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെയുള്ള മെസ്സി, ക്രിസ്ത്യാനോ, പിന്നാരാ, നെയ്മർ, അതുപോലുള്ള ആൾക്കാരെ കൊണ്ടുവരിക. ഓക്കെ ബായ്, അടുത്ത വീഡിയോ വരെ. അപ്പോൾ ഇന്നലെ ചെയ്ത മാതിരി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ. അതേപോലെ തന്നെ ഇതും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.